ഇന്ത്യൻ വികസനങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്? ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവാനുള്ള ഇന്ത്യൻ മത്സരത്തിന്റെ ഭാവി എന്തായിരിക്കും? ഇന്ത്യയുടെ സാമ്പത്തിക രംഗം 4 ട്രില്യൺ എക്കോണമിയായി മാറിയെന്ന അടിസ്ഥാനമില്ലാത്ത അവകാശവാദം പ്രമുഖരടക്കം ചർച്ചയാക്കിയത് ഈ അടുത്ത് നമ്മൾ കണ്ടതാണ്. അത് പൊളിയാൻ അധികം സമയം വേണ്ടി വന്നിരുന്നില്ല. എങ്കിൽ പോലും ലോകത്തെ അമ്പരപ്പിക്കുന്ന വളർച്ചാ നിരക്ക് ഇന്ത്യ കാഴ്ചവെച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. 2035ഓടെ 10 ട്രില്യൺ എക്കോണമിയായി ഇന്ത്യ മാറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ത്യയെ ഇത്രയും വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സൂചികകൾ നമ്മുടെ സാമ്പത്തിക രംഗം കാഴ്ചവെക്കുന്നുണ്ടോ? എന്താണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി? നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചാണ്. കുറച്ചധികം സമയമെടുത്തിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതും എല്ലാം. അതുകൊണ്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്തവർക്കും ഡാറ്റ റിസർച്ച് നടത്തിയവർക്കും എല്ലാം വലിയ സന്തോഷമാവും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. IMFൻ്റെയും മറ്റു ബഹുരാഷ്ട്ര സംഘടനകളുടെയും റിപ്പോർട്ട് നോക്കിയാൽ മുൻനിര സാമ്പത്തിക ശക്തികളെല്ലാം തന്നെ സാമ്പത്തിക മുരടിപ്പും വിലക്കയറ്റവും ഏജിംഗ് പോപ്പുലേഷനും പോലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ്. സെന്റർ ഫോർ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ചിന്റെ റിപ്പോർട്ടിലും ഇന്ത്യയെ പ്രകീർത്തിക്കുന്ന കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. CEBR പറയുന്നത് 2035ഓടെ ഇന്ത്യൻ എക്കോണമി $10 ട്രില്യൺ പിന്നിടുമെന്നും 2037ഓടെ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നുമാണ്. 1980കളിൽ ഇന്ത്യ ലോകത്തിലെ ആദ്യ 10 സാമ്പത്തിക വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു. എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ ചൈന, ജപ്പാൻ, അമേരിക്ക കുതിപ്പുകളിൽ ഇന്ത്യ പിന്നോട്ട് പോയി. 1990കളിലെ ഉദാരവൽക്കരണത്തിന് ശേഷം, ലൈസൻസ് രാജിന്റെ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യ കുതിപ്പ് രേഖപ്പെടുത്തിയതും നമുക്ക് കാണാം. ഫോബ്സിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യ ഇന്ന് ലോകത്തിലെ തന്നെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. എന്നാൽ ഏതെല്ലാം മേഖലകളിലാണ് ഇന്ത്യ കുതിക്കുന്നത്? ഇന്ത്യയുടെ ഭാവിയും നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളും എന്തെല്ലാമാണ്? 5 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5ാമത്തേതാണ് GDP. എന്താണ് GDP? ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്റ്റിന്റെയും സർവീസിന്റെയും ആകെ മാർക്കറ്റ് വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്നെല്ലാം കേട്ടിട്ടുണ്ടാവില്ലേ? ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയുടെ വലുപ്പവും ആരോഗ്യവുമെല്ലാം GDP സൂചിപ്പിക്കാറുണ്ട്. GDP ഉയർന്ന രാജ്യങ്ങൾ വികസിത രാജ്യമാണെന്ന് നമ്മൾ കണക്കാക്കാറില്ലേ? വളരെ പെട്ടെന്ന് GDPയുടെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ വലുപ്പവും ആ സമ്പദ്ഘടനയുടെ ഹെൽത്ത് അഥവാ ആരോഗ്യത്തെയും GDP സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. ഈ ഗ്രാഫ് നോക്കൂ. ഇതാണ് ഇന്ത്യയുടെ വളരുന്ന GDPയുടെ വർഷാവർഷത്തിലുള്ള കണക്ക്. വളരെ കൺസിസ്റ്റൻ്റായി സ്റ്റഡിയായി ഇത് വളരുന്നത് കാണാം. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയായി ഇന്ത്യ നിലനിൽക്കുന്ന കാരണവും ഇത് തന്നെയാണ്. മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. 2022 മാത്രം ലോക GDPയുടെ വളർച്ച വെറും 3.1%. ആ സമയത്ത് തന്നെ അമേരിക്കയുടേത് 2.1%, ചൈനയുടേത് 3%, യൂറോപ്യൻ യൂണിയൻ്റേതാണെങ്കിൽ 3.5% മാത്രമായിരുന്നു. അതേസമയം ഇന്ത്യ അടയാളപ്പെടുത്തിയത് 7% വളർച്ചയായിരുന്നു. അതായത് 2022 ചൈനയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ലോക GDPയും എല്ലാം കണക്കാക്കിയാൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ഇരട്ടിയിലധികമാണ് ഇന്ത്യ രേഖപ്പെടുത്തിയ വളർച്ചാ നിരക്ക്. ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയാം. ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ പറ്റി പറയുന്ന സമയത്ത് അത് നമുക്ക് ലാഭകരമാക്കി മാറ്റണമെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ നിക്ഷേപം നടത്തണമല്ലോ. അപ്പോൾ ചെറിയ പണം എങ്ങനെയാണ് നിക്ഷേപം നടത്തുക എന്ന് പലർക്കും അറിയില്ല. അത്തരത്തിൽ ചെറിയ പണമെല്ലാം നിക്ഷേപം നടത്താൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെയുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. എന്താണെങ്കിലും ഒന്ന് കണ്ടു നോക്കൂ, ഉപകാരപ്പെടും. 4ാമത്തേതാണ് അടിസ്ഥാന സൗകര്യ വികസനം. ഒരു രാജ്യത്തിൻ്റെ GDP വളരെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കണക്കാക്കാം. എന്നാൽ ആ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായിട്ടില്ല എങ്കിൽ ആ GDP കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യത്തെ പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിക്കാറുണ്ട്. ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ, കൺസ്ട്രക്ഷനുകൾ, ഓയിൽ റിഫൈനറി ഒക്കെയാണ്. നമുക്ക് ചുറ്റും നോക്കിയാൽ ഇന്ത്യയുടെ GDP കൂടുന്ന മുറയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനവും കൂടുന്നത് കാണാൻ സാധിക്കുന്നില്ലേ? ഇന്ത്യയിൽ ടോയ്ലറ്റ്സിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു, 40%. എന്നാൽ പിന്നീട് ഇന്ത്യൻ ഹൗസ് ഹോൾഡുകളിലെ ടോയ്ലറ്റുകളുടെ എണ്ണം 100% മാറിയെന്ന് നമുക്ക് കാണാം. പക്ഷെ ആളുകൾ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം തർക്കമാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനം ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഹൈവേ കൺസ്ട്രക്ഷനുകൾ. ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബാക്ക് ബോൺ അഥവാ നട്ടല്ലായിട്ട് നിലനിൽക്കുന്നതാണ് സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ.
പലരും കാണുന്നത് ഈ പാലങ്ങളും റോഡുകളും മാത്രമായിരിക്കും. എന്നാൽ നല്ല പാലങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, നല്ല റോഡുകൾ ഉണ്ടാക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ ഉണ്ടാവണം, നല്ല വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ടാവണം, അല്ലേ? നല്ല റിസർച്ചും കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, നിയമവ്യവസ്ഥ തുടങ്ങിയവയാണ്. ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ അതിന് സാമ്പത്തിക സഹായം വേണ്ടിവരില്ലേ? പലപ്പോഴും ഗവൺമെന്റുകൾ ബോണ്ടുകൾ ഇറക്കാറുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബോണ്ടുകൾ ഇറക്കാറുണ്ട്. നമുക്കത് മേടിക്കാനും സാധിക്കുന്നതാണ്. പബ്ലിക്കിന്റെയും പ്രൈവറ്റിന്റെയും പണം ഉപയോഗിച്ചുകൊണ്ട് പല വികസന പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. PPP എന്നെല്ലാം ഇതിന് പറയാറുമുണ്ട്. സമീപകാലത്ത് വളരെ അധികമായിട്ട് ഇന്ത്യയിൽ എയിംസിന്റെയും IITസിന്റെയും എണ്ണം കൂടി വന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ക്രിസിലിന്റെ റിപ്പോർട്ട് പ്രകാരം 2017 മുതൽ 2023 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ 67 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മുടക്കിയിട്ടുള്ളത്. 2024 മുതൽ 2030 വരെയുള്ള 6 വർഷങ്ങൾ കൊണ്ട് ഇത് 143 ലക്ഷം കോടി രൂപയാക്കാനും പദ്ധതിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ അറിയാം, 4 വരിയും 6 വരിയും എല്ലാം ഹൈവേ ആയിട്ട് മാറുന്നുണ്ട്, പാലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, റോഡുകളും റെയിൽവേസും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ 63 ലക്ഷം കോടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ 2024 മുതൽ 2030 വരെ അതിൻ്റെ ഇരട്ടിയിലധികം തുക ചിലവഴിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് ഇന്ത്യയിൽ നടപ്പിലാവാൻ പോകുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേതാണ് എക്സ്പോർട്ട്. അതായത് ഇന്ത്യ മഹാരാജ്യത്ത് നിർമ്മിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ എക്സ്പോർട്ട് എന്ന് നമുക്ക് വിളിക്കാം. രാജ്യത്തിൻ്റെ GDPയെയും ഇൻഫ്ലേഷനെയും പലിശ നിരക്കിനെയും പോലും ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഇന്ത്യയിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കണമെങ്കിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യണമല്ലോ. കൂടുതൽ ആളുകൾ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൂടാതെ വിദേശ രാജ്യങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഫോറിൻ റിസർവ് കൂടുന്നതാണ്, ഇന്ത്യയിലുള്ള ഇൻഫ്ലേഷൻ കുറയുന്നതാണ്, അതുപോലെ ഗവൺമെന്റിന്റെ വരുമാനവും വർദ്ധിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം 600 ഇരട്ടിയായിട്ട് നമ്മുടെ എക്സ്പോർട്ടിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. 1990-കൾക്ക് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിംഗ് വളരെയധികം കൂടിയത് നമുക്ക് ഈ ഗ്രാഫിൽ കാണാം. 2021-22 വർഷങ്ങളിലാവുന്ന സമയത്ത് റെക്കോർഡ് കുതിച്ചുചാട്ടവും നമുക്ക് ഈ ഗ്രാഫിലൂടെ തന്നെ കാണാൻ പറ്റുന്നതാണ്. രണ്ടാമത്തേതാണ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ഡിജിറ്റൽ മേഖല തന്നെയാണല്ലോ. നമ്മളിൽ പലരും ജോലി ചെയ്യുന്ന മേഖലയുമാവാം. 1990-കൾക്ക് ശേഷം, എപ്പോഴും 1990 നമ്മൾ പറയാറില്ലേ, ഇന്ത്യ ഉദാരവൽക്കരണ ആഗോളവൽക്കരണ നയങ്ങൾ സ്വീകരിച്ച വർഷമായിരുന്നു. ഇന്ത്യയുടെ ഭാവി തന്നെ മാറ്റി എഴുതിയ വർഷമായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിനെയും ശ്രീ നരസിംഹ റാവുവിനെയും നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുമാണ്. എന്താണെങ്കിലും 1990-കൾക്ക് ശേഷം Y2K ക്രൈസിസ് എല്ലാം രൂപപ്പെട്ട സമയത്തായിരുന്നു ഇന്ത്യയുടെ IT ഹബ്ബായിട്ട് ബാംഗ്ലൂർ പോലും ഉയർന്നു വന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേര്, നരസിംഹ റാവുവിൻ്റെ പേര്, ഇനി ഒരു പക്ഷേ രാജീവ് ഗാന്ധിയുടെ പേര് പറയാം, പലരും നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞേക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് കൂടെ ഉണ്ട്. അത് മറ്റാരുമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ശ്രീ മുകേഷ് അംബാനി തന്നെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്? അദ്ദേഹമാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് വിപ്ലവം കൊണ്ടുവന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. ജിയോ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം നമുക്കറിയാം ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇന്റർനെറ്റ് സേവനം ലഭ്യമായി തുടങ്ങി. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 70 കോടിയിലധികം ജനങ്ങളാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ പകുതിയോളം ആളുകളും, അതായത് 35 കോടിയോളം ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെന്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. 22 കോടി ആളുകളെങ്കിലും ഓൺലൈൻ വഴി സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. നമുക്ക് തട്ടുകടയിൽ പോയാലും വഴിയോര കച്ചവടക്കാരുടെ അടുത്ത് പോയാലും UPI ഉപയോഗിച്ച് അവർ പണം മേടിക്കുന്നത് കാണാം. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയിലുള്ള പണവിനിമയത്തിന്റെ അളവ് കൂടുന്നു, ഇന്ത്യയിലെ എക്കോണമി വളരുന്നു എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ഭാവിയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? അത് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് തന്നെയാണ്. ജിയോഗ്രാഫിക്കൽ സിഗ്നിഫിക്കൻസ് എന്നെല്ലാം പറയാം. ഭൂഗോളത്തിൽ ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ ശോഭനമായ ഭാവി നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യ നിലനിൽക്കുന്ന സ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമുക്ക് വളരെയധികം ഡോമിനൻസ് ഉള്ള രീതിയിലാണ്. ഇന്ത്യൻ നേവി, മാർക്കോസ് അടങ്ങുന്ന ഇന്ത്യൻ നേവിക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയ സ്വാധീനമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ രാജാക്കന്മാരെന്നാണ് ഇന്ത്യൻ നേവിയെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എണ്ണ വ്യാപാരത്തിൻ്റെ, ഗ്ലോബൽ ട്രേഡിൻ്റെ വലിയൊരു പങ്ക് നടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനം തന്നെയുണ്ട്.
കൂടാതെ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക, സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്നീ ചോക്ക് പോയിന്റുകളെ ട്രേഡുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോക്ക് പോയിന്റുകളുടെ ഇടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്താണ് ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് പെട്ടെന്ന് ഇന്ത്യയുമായിട്ട് ഉടക്കാൻ വേണ്ടി പറ്റുമോ, ഇന്ത്യയുമായിട്ട് പിണങ്ങാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഗ്ലോബൽ ട്രേഡിനെയും എണ്ണ വ്യാപാരത്തെയും വളരെയധികം സ്വാധീനിക്കുന്ന മേഖലകൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇന്റർനാഷണൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ട്രേഡും എണ്ണ വ്യാപാരവും കൂടുതൽ സുഗമമാക്കാനും ഈ മേഖല വലിയ രീതിയിൽ ഇന്ത്യയെ സഹായിക്കുന്നു. ഇന്ത്യയുടെ ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഈ ഒരു പൊസിഷന്റെ പ്രാധാന്യം കൊണ്ട് തന്നെ സെൻട്രൽ ഏഷ്യയുടെയും ഈസ്റ്റ് ഏഷ്യയുടെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെയും മിഡിൽ ഈസ്റ്റിൻ്റെയും രാഷ്ട്രീയപരമായ കാര്യങ്ങളിലെല്ലാം ഇന്ത്യക്ക് ഇടപെടാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഭൂഗോളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്ഥാനം പറയുന്ന സമയത്ത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെയും നമ്മൾ നോക്കേണ്ടതല്ലേ? ശ്രീലങ്ക നോക്കുകയാണെങ്കിലും പാകിസ്ഥാൻ നോക്കുകയാണെങ്കിലും നേപ്പാൾ നോക്കുകയാണെങ്കിലും ബംഗ്ലാദേശ് നോക്കുകയാണെങ്കിലും ഒക്കെ 2023 വലിയ രീതിയിൽ വിലക്കയറ്റം, ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളാണ്. അവരിൽ പലരുടെയും സാമ്പത്തിക രംഗം തകർന്നടിഞ്ഞ വർഷങ്ങളായിരുന്നു 2022, 2023 എന്ന് പറയുന്ന വർഷങ്ങളെല്ലാം. എന്നാൽ ഇതേ സമയത്ത് ഇന്ത്യ വലിയ രീതിയിൽ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 മുതൽ 6% വരെ മാത്രമായിരുന്നു ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ. അതേസമയം ശ്രീലങ്കയുടെ ഇൻഫ്ലേഷൻ 50% മുകളിലായിരുന്നു. പാകിസ്ഥാൻ ഇൻഫ്ലേഷൻ ഏതാണ്ട് 30% അടുത്തായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് 2035, 37 ഒക്കെ ആവുമ്പോഴേക്കും ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാവാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കാനുള്ള സാധ്യതകളെല്ലാം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴും ചില പ്രശ്നങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം നേരിടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻകമാണ്. അതായത് ഇന്ത്യയിലെ ആകെ സമ്പത്തില്ലേ അതിൻ്റെ 77% കൈയാളുന്നത് 10% ആളുകളാണ്. ബാക്കി 90% ആളുകളുടെ കയ്യിലുമല്ല ആ പണങ്ങൾ ഇരിക്കുന്നത്. അൺബാലൻസ്ഡ് ആയിട്ട് വലിയവനും ചെറിയവനും തമ്മിലുള്ള അന്തരം ഇന്ത്യയിൽ വളരെ കൂടുതലാണെന്ന് കാണാം. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം നോക്കുകയാണെങ്കിൽ, അതായത് വർഷാവർഷവും ഒരാൾ എത്രത്തോളം സമ്പാദിക്കുന്നു എന്ന് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആവറേജായി 1 ലക്ഷത്തിൽ താഴെ മാത്രമാണ് ഓരോ ഇന്ത്യക്കാരനും ആകെ സമ്പാദിക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നമാണ് ജനസംഖ്യാ വർധനവ്. ചൈന പോലുള്ള രാജ്യം വളരെ വലിയ വളർച്ച കൈവരിച്ചത് നമുക്കറിയാം. എന്നാൽ ചൈനയെ പോലും വളർച്ചയിൽ നമ്മൾ മറികടന്നിരിക്കുകയാണ്. അത് ജനസംഖ്യാ വളർച്ചയിലാണെന്ന് മാത്രം. ജനസംഖ്യാ വളർച്ചയിൽ വലിയ രീതിയിൽ ഇന്ത്യ ചൈനയെ മറികടന്നാൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായും ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഇന്ത്യയിലുള്ള ആളുകൾക്ക് പോലും തികയാതെ വരും. ജനങ്ങൾക്ക് വിഭവങ്ങൾ പോരാതെ വന്നു കഴിഞ്ഞാൽ പട്ടിണി ഉണ്ടാവും, ജീവിതം സുഗമമാവില്ല എന്നും നമുക്കറിയാം. അതുകൂടാതെ തൊഴിലില്ലായ്മ വലിയ രീതിയിൽ വർദ്ധിക്കുന്നതാണ്. ഇന്ത്യയുടെ വികസന മുരടിപ്പിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ വളരാൻ പ്രതികൂലമായി നിൽക്കുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിലില്ലായ്മ. അത് ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് തന്നെയാണ്. ILOയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വിദ്യാഭ്യാസം കൂടുന്ന പുറയ്ക്ക് തൊഴിലില്ലായ്മ കൂടുന്നതായിട്ടാണ് ഇന്ത്യയിൽ കാണുന്നത്. കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് കൂടുതൽ തൊഴിലില്ലാത്ത ആളുകളായി ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയുന്നത്. ധാരാളം യുവാക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അത് തന്നെയാണ് ഇന്ത്യയുടെ നേട്ടമെന്നും പറയാറുണ്ട്. അതേസമയം ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകൾ ഇന്ത്യൻ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. അവർ ജോലി ചെയ്യുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, അവർ പെയ്ഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നില്ല. അവർ അധികവും അടുക്കളയിലാണ്. അൺപെയ്ഡ് ജോലികളാണ് സ്ത്രീകൾ പലപ്പോഴും ചെയ്യാറുള്ളത്. ഇന്ത്യയുടെ അടുത്ത പ്രശ്നം എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അഴിമതി തന്നെയാണ്. ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പണം മാറ്റിവെക്കുന്നുണ്ട് എങ്കിലും, പല ജനസമൂഹങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി പണം മാറ്റിവെക്കുന്നുണ്ട് എങ്കിലും അത് അവരിലേക്ക് എത്തിയാലാണ് പൂർണ്ണാർത്ഥത്തിൽ വികസനം യാഥാർത്ഥ്യമാവുക, ഇന്ത്യ മുന്നോട്ട് പോവുക. അതേസമയം അഴിമതി കൂടിയാലോ 1, 2, 10, 100 ആളുകളുടെ പോക്കറ്റ് വീർപ്പിക്കാൻ മാത്രമേ ആ പണം കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അഴിമതി വളരെയധികം കൂടിയ ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അഴിമതി വളരെ നോർമലൈസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മളും. നമുക്കറിയാമല്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ 500 രൂപയോ 1000 രൂപയോ കൊടുക്കുന്നത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ മാറിയിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും മെൻറ്റാലിറ്റിയിൽ അഴിമതി കലർന്നിരിക്കുന്നതും വളരെ വലിയൊരു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം കാലങ്ങൾ കൊണ്ടെങ്കിലും പരിഹരിക്കാൻ സാധിച്ചാൽ ഇപ്പോഴുള്ള ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക ബാങ്കിൻ്റെയും IMFൻ്റെയും മറ്റ് റിസർച്ച് ഓർഗനൈസേഷനുകളുടെയും കണക്കുകൾ കൂടെ പരിഗണിച്ചു കഴിഞ്ഞാൽ 2035, 37 എല്ലാം ആവുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവുമെന്നത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്.
എന്താണെങ്കിലും കണക്കുകളും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇതിലെ ഓരോ സബ് ഹെഡിങ്ങുകളും വാസ്തവത്തിൽ ഓരോ വിഷയമായിട്ട് തന്നെ പറയേണ്ടതാണ്. ആ കാര്യങ്ങൾ വഴിയെ പറയാൻ വേണ്ടി ശ്രമിക്കാം. എന്താണെങ്കിലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതണം. കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.